എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു സിമ്പിൾ റെസിപ്പിയുള്ള ഒരു ഈവനിങ് വ്ളോഗ്. കുറച്ചാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് പെട്ടെന്ന് ചട്ടപ്പടി നമുക്ക് ചപ്പാത്തിയും ഒരു ചിക്കൻ സ്പെഷ്യലും വേഗാക്കാം. വാ. ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായ പേസ്റ്റ് ഉണ്ടായിരുന്നു, മഞ്ഞളും ഉപ്പും മുളക് പൊടിയുള്ള. അതിലേക്കാണ് ഞാൻ ചിക്കൻ ആഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുമോ ഒരു അരമണിക്കൂർ വെക്കുമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ നമ്മളൊരു പാൻ വെച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ജീരകം പൊട്ടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആട്ടോ ഫസ്റ്റ് ചെയ്യുന്നത്. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കണം. നന്നായിട്ട് ഇതിൽ തന്നെ കുക്കാവണം. വെള്ളം ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അത് പിന്നെ ഈസി ആണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ആദ്യമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു. അത് എൻ്റെ അമ്മ എപ്പോഴും ചൂടുവെള്ളത്തിൽ കുഴക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ കുറേ സമയം ഉരുട്ടി നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും കേട്ടോ. പക്ഷേ അത് കുറേ സമയം എടുക്കുന്ന കണ്ട് എനിക്ക് ഭയങ്കര ചപ്പാത്തിനോട് മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴക്കാറ്. അടിപൊളി ചപ്പാത്തിയും കിട്ടാറുണ്ട്. പാക്കറ്റ് പൊളിച്ചാൽ ഇതുപോലെ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ മാർജിൻ ഫ്രീന്ന് വാങ്ങിയതായിരുന്നു. നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനായിട്ടും കിട്ടും. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്ന പകരം അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീരെ ഉറുമ്പ് കയറില്ല കേട്ടോ. റബ്ബർ ബാൻഡ് യൂസ് ചെയ്താൽ വരെ ചില സമയത്ത് എനിക്ക് ഉറുമ്പ് കയറാണ്ടത്. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് തീരെ ഒന്നിലും ഉറുമ്പ് കയറിയിട്ടില്ല. എന്നിട്ട് കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും, പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് കുഴക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കുറച്ച് കുഴാന്നുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കഴിക്കുന്ന അധികം വേദനയാവില്ല, ഒന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തി കുഴക്കാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഗോതമ്പ് മാവ് ആക്കരുത്. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പറ്റി പിടിക്കുന്ന ഒരു രീതിയിൽ തന്നെ നമുക്ക് എടുക്കണം. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം കുഴയും. അവിടെ നമ്മൾ ഒരുപാട് മെനക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ സെറ്റ് ആവണം കേട്ടോ. ഈ മാവ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത പോലെ ഇങ്ങനെ കുഴക്കുന്ന പോലെ ഈ ഒരു കൺസിസ്റ്റൻസി അമർത്തിയിട്ടുണ്ടെങ്കിൽ പ്ലിങ് പറഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഉരുണ്ടായിട്ടെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഫുൾ മാവ് ഒന്ന് നല്ല വൃത്തി കുഴക്കുക. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമുക്ക് എത്രയാണ് ഉണ്ടകൾ വേണ്ടത് അതനുസരിച്ച് എടുക്കും. നമ്മളിവിടെ 2 ആളായതുകൊണ്ട് 6 ഉണ്ടയാണ് കറക്റ്റ് ചപ്പാത്തീൻ്റെ മാവാട്ടോ ഞാൻ എപ്പോഴും എടുക്കാറ്. എനിക്ക് കൂടുന്നതും ഇഷ്ടമല്ല കുറയുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും 6 എണ്ണാക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കും. അങ്ങനെ 6 ഉണ്ടകളാക്കിയ ശേഷം ഓരോ ഉണ്ട എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴക്കും. അപ്പം നമുക്ക് അധികം കൈക്ക് വേനയൊന്നും തോന്നാറില്ല. എനിക്കൊരു വലിയ ബോൾ കുഴക്കുന്നതിനെക്കാട്ടി ഈസി ആയിട്ട് ഇതാ തോന്നാറ്. ഇത് 2-3 വട്ടം നല്ലോണം കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും കേട്ടോ. നല്ല സുഖമാണ്. ഇങ്ങനെ ഒരു ഐഡിയ ചപ്പാത്തി ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ്. നന്നായിട്ട് കുഴച്ചെടുക്കുക. എല്ലാം 6 എണ്ണം ഇതുപോലെ തന്നെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഉണ്ട നല്ല ഫിനിഷിൽ കിട്ടും. അവിടെ ഇവിടെയും വിണ്ടേറലോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല ഫിനിഷിൽ നമുക്ക് ഈ ഉണ്ട കിട്ടും. കൈക്ക് പറ്റിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും ആഡ് ചെയ്യും. ഞാൻ പിന്നെ ഓയിൽ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നാറുണ്ട് ചില സമയത്ത് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഈ നെക്സ്റ്റ് നമുക്ക് ചിക്കനിന് വേണ്ട കുറച്ച് സാധനങ്ങൾ വേണം കേട്ടോ. ലേശം ഇങ്ങനെ പോലൊരു മസാല ആക്കണമല്ലോ, ഫ്രൈ മാത്രം പോരല്ലോ. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ നമ്മൾ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഉള്ളി, ഇത് ഇത്രയും സാധനങ്ങൾ മാത്രം കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കുനുഗ്രായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. അപ്പം ഓരോ ആളിഷ്ടമാണ്. നീളത്തിലോ ചതച്ചിട്ടോ ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ ചതച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ ഇങ്ങനെ കുനുകുന പോലെയാണ് എല്ലാം അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എളുപ്പമാണ് കേട്ടോ പണി. അത്രയ്ക്ക് ഈസിയുള്ളൊരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഡിന്നർ ആവുന്നൊരു പരിപാടിയാണ്. ഈ ചിക്കൻ ഫ്രൈയിലേക്ക് ഈ നമ്മൾ മുറിച്ച് വെച്ചത് മുഴുവനും ഒന്ന് ഇടുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അടച്ച് വെച്ചിട്ട് വേവിക്കുക. ആ ഒരു ഉള്ളിയും ഇതൊക്കെ വഴഞ്ഞൊന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. ചപ്പാത്തി ഇതുപോലെ ഇങ്ങനെ കുറച്ച് പൊടി അധികം വേണ്ടി വരും. കാരണം മാവ് കുറച്ച് ലൂസാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് പൊടി അധികം ഇട്ടിട്ടാൽ നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാൻ സുഖമായിരിക്കും. അല്ലെങ്കിൽ മാവ് കറക്റ്റ് ആകുമ്പോൾ അതായത് പൊടി കുറഞ്ഞ് ഇതാക്കുമ്പോൾ എനിക്ക് നേരി ചപ്പാത്തി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ പറ്റി പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം കൂട്ടിയിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഇതുപോലെ കുഴച്ചിട്ട് പൊടി ഇട്ടിട്ട് ഇതുപോലെ പരത്തി നോക്കൂ. നല്ല സോഫ്റ്റ് നേരി ചപ്പാത്തി കിട്ടും.
പിന്നെ നല്ല എന്താ നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ വൃത്തിക്ക് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കാനും പറ്റും. പൊടി അധികം പൊടി ഉപയോഗിക്കരുത് കേട്ടോ, ചപ്പാത്തി ഭയങ്കര കട്ടിയാവും. അതുകൊണ്ട് ഇതുപോലെ ഈ എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ പൊടി ഇട്ടോളൂ. ഇനി നമുക്ക് വേഗം ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിച്ചോളൂ, നല്ല ടേസ്റ്റാണ്. നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഈ ചപ്പാത്തീൻ്റെ മോൾഡിങ്ങനെ ആക്കിയിട്ട് ചുട്ടെടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് ഇപ്പം കഴിക്കുന്നില്ലെങ്കിൽ ചൂടോടെ ഏതെങ്കിലും ചൂട് നിൽക്കുന്ന ഒരു പാത്രത്തിൽ അടച്ച് വെക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഹാർഡായി പോകും. നമ്മൾ ചൂടുവെള്ളത്തിലല്ലോ കുഴച്ചത്, അതുകൊണ്ട് ചൂട് നിൽക്കുന്ന ഒരു കാസറോളോ അങ്ങനെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ചൂടോടെ തന്നെ ചുട്ട പാടന്നെ ആ പാത്രത്തിൽ മാറ്റിയേക്കണം. അങ്ങനെയെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും നല്ല സോഫ്റ്റ് ചപ്പാത്തിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ചിക്കനും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ലേശം ചിക്കൻ മസാലയും പിന്നെ നമ്മൾ മുളക് പൊടി അതും കൂടെ ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ മാത്രം നമ്മളൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലാസ്റ്റ് ഇങ്ങനെ പൊടികൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആ പച്ചമണം മാറി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. നല്ലൊരു റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളെ ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റ് എന്ന് പറയാം, അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് പുറത്തേക്ക് പോവാന്ന്, അതായത് ഈ വൈകിട്ട് ജംഗ്ഷൻ വരെ, അത്രയേ ഉള്ളൂ. ബാക്കി വഴിയെ കാണാം. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട്. അങ്ങനെ എപ്പോഴും നടക്കാറൊന്നുമില്ല, ഇടയ്ക്ക് ഇതുപോലെ സമയം കിട്ടുന്ന സമയം അല്ലെങ്കിൽ ഒരു മൂടുള്ള സമയം, ഒരു മഴക്കാറൊക്കെ ഉള്ള സമയം, അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഈവനിങ് വാക്കിന് പോവാറ്. മോളിൽ നിന്ന് വൈറ്റിലേക്കിലേക്ക് ഹബിലേക്ക് മെട്രോ ഒക്കെ പോകുന്നത് കാണാം, നല്ല രസമാണ്. പിന്നെ ഇത് ജംഗ്ഷനാണ്, ഒരുമാതിരി ജംഗ്ഷനാണ് കേട്ടോ അത്, വൈറ്റില ജംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് നേരെ ക്രോസ് ചെയ്തിട്ട് അഗേട്ടിനൊരു സാധനം വാങ്ങാണ്ടായിരുന്നു, ഒരു അഡാപ്റ്റർ. അത് നോക്കാനായിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ ജംഗ്ഷനിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി, അപ്പോൾ തന്നെ കിട്ടി കേട്ടോ. വേഗത കിട്ടി, ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട വന്നിട്ടില്ല. വേഗം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, കുറേ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുള്ളതുകൊണ്ട് വേഗത അങ്ങ് കിട്ടി നമുക്ക്. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇനി വേറെ പരിപാടീസ് ഒന്നുമില്ല, കാരണം കറങ്ങാനോ അങ്ങനെ വൈറ്റിലയിൽ വലിയ സ്ഥലങ്ങളൊന്നുമില്ല. ചില സമയത്ത് ഹബ്ബിൽ പോയി ഇരിക്കാറുണ്ട്. ഹബ്ബിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മെട്രോയിൽ പോയി ഇരിക്കാറുണ്ട് പുറത്ത്. അപ്പം നമ്മൾ നടക്കാനെല്ലാം പോയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒരു 10 ഉണ്ടായിരുന്നു, അതിനെക്കൊണ്ട് ഒരു ജ്യൂസെല്ലാം ആക്കി കുടിച്ച്. അപ്പം ഒരു കുഞ്ഞ് ഈവനിങ് ബ്ലോഗ് എടുത്തായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ഇറ്റ്സ് ബൈ ഫ്രം ആതിര. ബൈ ബൈ.